ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് നമുക്ക് ഒരു മീൻ പത്തിരി തയ്യാറാക്കാം. പച്ചരിയും ചോറും തേങ്ങയും അരച്ചെടുക്കുക. ഇൻസ്റ്റൻ്റായിട്ട് തന്നെ അരച്ചെടുത്താൽ മതി. പച്ചരി തലേ ദിവസം കുതിർത്ത് വെക്കണം. പുളിക്കാൻ വെക്കേണ്ട ആവശ്യമില്ല. അയല മീനാണ് ഞാൻ എടുത്തത്. മീൻ പത്തിരി തയ്യാറാക്കാം. 1.5 സ്പൂൺ മുളക് പൊടിയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് മീൻ പെരക്കി വയ്ക്കാം. ദശ കട്ടിയുള്ള ഏത് മീനും ഉപയോഗിക്കാം. ഒരു കടായി അടുപ്പിൽ വെച്ച് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് കറിവേപ്പില ഇടുക. കറിവേപ്പില ഇട്ടാൽ നല്ലൊരു ഫ്ലേവറും ഉണ്ടാവും, മീൻ അടിക്ക് പിടിക്കുകയുമില്ല. അധികം മൊരിയേണ്ട ആവശ്യമില്ല. മീൻ പകുതി വേവാകുമ്പോൾ നമുക്ക് മാറ്റാം. മീൻ മാറ്റി വെച്ച് അതിലേക്ക് 4 വല്യുള്ളി ചോപ്പറിൽ ചോപ്പ് ചെയ്ത് വെച്ചതാണത്. 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും എല്ലാം കൂടെ ആ എണ്ണയിലേക്ക് തന്നെ ഇടുക. മീൻ പൊരിച്ച അതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെയാണ് ഇടുന്നത്. അതിലാണ് ടേസ്റ്റ് കൂടുതൽ ഉണ്ടാകുക. വളരെ ടേസ്റ്റിയായി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പലഹാരമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. മീനും മുള്ളും മാറ്റി വയ്ക്കുക. 1 സ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ ഗരം മസാലപ്പൊടി, എല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ വഴറ്റുക. ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. 1/2 സ്പൂൺ കുരുമുളക് പൊടി. എരിവ് കൂടിപ്പോവരുത്. ഇനി അതിലേക്ക് മുള്ള് മാറ്റി വെച്ച മീൻ നമുക്കിടാം. നല്ലപോലെ മസാല ഇളക്കുക. ഒരിത്തിരി ഉപ്പിൻ്റെ ആവശ്യമുണ്ടായിരുന്നു, അതാണ് ചേർത്തത്. എല്ലാം കൂടെ നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. കറിവേപ്പിലയും ചേർത്ത് നമുക്ക് മസാല മാറ്റി വയ്ക്കാം. ഇനി ഇഡ്ഡലി തട്ട് ഒന്ന് ചൂടാകാൻ വയ്ക്കുക. അതിലേക്ക് ഒരു പ്ലേറ്റാണ് ഞാൻ എടുത്തത്. ഒന്ന് വെളിച്ചെണ്ണ തടവിയതിൻ്റെ ശേഷം അതിലേക്ക് നമുക്ക് അരച്ച് വെച്ച മാവ് ഒഴിക്കാം. മാവ് ഒരിക്കലും പുളിക്കാൻ വെക്കരുത്. ഇൻസ്റ്റൻ്റായിട്ട് തന്നെ അരച്ചിട്ട് എടുക്കണം. അതിലേക്ക് മസാല ഫില്ല് ചെയ്യാം. മാവിലും ഉപ്പ് ചേർത്ത് ഇറക്കുന്നത് കൊണ്ട് ഒരിക്കലും ഉപ്പ് കൂടിപ്പോവരുത്. മസാല നല്ലപോലെ ഫില്ല് ചെയ്യാം. അതിലേക്ക് വീണ്ടും നമുക്ക് മാവ് ഒഴിക്കാം. ഇനി 10 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. വെന്തൊക്കെ ഒന്ന് നോക്കാം.